ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇത്തവണത്തെ ജെയ് മെയിൻ ജെയ് അഡ്വാൻസ്ഡ് എക്സാം ഒക്കെ എഴുതി NIT-കളിലും IIT-കളിലും അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയുടെ ബിസിനസ് റൂൾസ് പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി അഥവാ ജോസ നടത്തുന്ന അലോട്ട്മെന്റ് ഷെഡ്യൂളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഷെഡ്യൂൾ ഓഫ് ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്. 6 റൗണ്ടുകളായിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. സോ അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് April 17 നമ്മുടെ ജെയ് മെയിൻ്റെ റിസൾട്ട് വന്നു. അതായത് സെക്കൻഡ് സെഷനും കഴിഞ്ഞ് പെർസെൻറ്റേജിലും അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പെർസെൻറ്റേജിലും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് അടക്കം April 17 വന്നു. ഇന്ന് June 1, June 2 അതായത് നാളെ രാവിലെ ജെയ് അഡ്വാൻസിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഓഫ് ജെയ് അഡ്വാൻസ് റിസൾട്ട് June 2 സോ ഈ കാണുന്ന 2 റിസൾട്ടുകളും വന്നു കഴിഞ്ഞാൽ ജോസയിൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയറിലേക്കുള്ള തുടക്കമായി. അതായത് 3-ാം തീയതി മുതൽ June 3 മുതലാണ് നമുക്ക് കാൻഡിഡേറ്റ്സിനുള്ള രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് for academic programs under JOSA starts. Now candidates who qualify architecture aptitude test. നമുക്കറിയാം IIT-കളിലേക്ക് ആർക്കിടെക്ചർ BArch കോഴ്സിന് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ജെയ് അഡ്വാൻസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം അഥവാ നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആർക്കിടെക്ചർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ചർ IIT-കളിൽ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. അതിനുള്ള രജിസ്ട്രേഷൻ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. മറ്റന്നാൾ June 2 അല്ലെങ്കിൽ 3-ാം തീയതി അതിൻ്റെ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യും. June 5 അതിൻ്റെ എക്സാം, June 8 അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള സ്റ്റുഡൻസിന് June 8 മുതലും ഈ കാണുന്ന കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ നമുക്ക് പ്രീ പേയ്മെൻറ്റ് ചെയ്യാം. അതിനുള്ള ഡേറ്റും June 3 സ്റ്റാർട്ട് ചെയ്യുന്നു. June 3 വൈകിട്ട് 5 മണിക്കാണ്. സോ രാവിലെ തന്നെ അത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. വൈകിട്ട് 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് 2 മോക്ക് അലോക്കേഷൻസ്, മോക്ക് സീറ്റ് അലോക്കേഷൻ നമ്പർ 1 അതുപോലെ തന്നെ മോക്ക് സീറ്റ് അലോക്കേഷൻ നമ്പർ 2. അതായത് June 9 ഫസ്റ്റ് മോക്ക് അലോട്ട്മെൻറ്റും June 11 സെക്കൻഡ് മോക്ക് അലോട്ട്മെൻറ്റും. ഈ മോക്ക് അലോട്ട്മെൻറ്റ് തൊട്ട് തലേ ദിവസം അതായത് June 9 നടക്കുന്ന മോക്ക് അലോട്ട്മെന്റിൽ June 8 വരെ കൊടുത്ത കാൻഡിഡേറ്റ്സ് അതേപോലെ തന്നെ അവർ കൊടുത്ത ചോയ്സസ് ഇതിനടിസ്ഥാനപ്പെടുത്തിയാണ് മോക്ക് അലോട്ട്മെന്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ 11 നടക്കുന്ന മോക്ക് അലോട്ട്മെന്റിൽ June 10 വരെ ആരൊക്കെ രജിസ്റ്റർ ചെയ്യോ അതുപോലെ തന്നെ അവർ ഏതൊക്കെ ചോയ്സസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മോക്ക് അലോട്ട്മെന്റ് നടക്കുക. ഈ മോക്ക് അലോട്ട്മെന്റ് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ചോയ്സസ് കൊടുക്കുക, അതിൽ എവിടെ കിട്ടും എന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും അബദ്ധവശാൽ നമുക്ക് പോകാൻ താല്പര്യമില്ലാത്ത ചോയ്സസ് മുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് റിമൂവ് ചെയ്യാനും കൂടെ ഈ മോക്ക് അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് June 12 ഇത് അവസാനിക്കുന്നത്. 11 മോക്ക് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സസ് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി 12 ഇത് അവസാനിക്കുന്നത്. ഇറ്റ് എൻഡ്സ്, അതായത് ചോയ്സ് ഫില്ലിങ്ങും മറ്റു കാര്യങ്ങളും എൻഡ് ചെയ്യുന്നത് June 12 വൈകിട്ട് 5 മണിക്കാണ്. ഓക്കെ, ഇനി നിങ്ങൾ ലോക്ക് ചെയ്താൽ മറന്നു പോയി കഴിഞ്ഞാലും അത് ഓട്ടോ ലോക്ക് ആയിക്കോളും, അതിലൊന്നും പ്രശ്നങ്ങളില്ല. ഇനി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പ്രീ പേയ്മെന്റ് ഓഫ് ആക്സെപ്റ്റൻസ് ഫീ അതും എൻഡ് ചെയ്യുന്നത്. ഈ പ്രീ പേയ്മെന്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് പ്രീ അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും കാരണവശാൽ പേയ്മെന്റ് ഗോ ത്രൂ ആവാതിരിക്കുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ആവാതിരിക്കുകയോ ഒക്കെ സംഭവിക്കുന്നത് ഒഴിവാക്കാനാണ് ആദ്യമേ നമുക്ക് നേരത്തെ തന്നെ ഈ ഫീ പേ ചെയ്തു വെക്കാവുന്നത്. അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇതിൽ പറയുന്ന സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ 30,000 rupees ആണ്. അതിൽ 5,000 rupees ഈ ജോസയുടെ പ്രൊസീജിയർ ഫീ ആണ്. ഇതെല്ലാം നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ നിങ്ങളുടെ അക്കാഡമിക് ഫീയിലേക്ക് ഇതൊക്കെ അഡ്ജസ്റ്റഡ് ആവുന്നതാണ്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും നമ്മളടുത്ത് നിന്ന് ക്യാഷ് തട്ടി വെക്കാനുള്ള അല്ലെങ്കിൽ പിടിച്ചു വാങ്ങി വെക്കാനുള്ള ഒരു പ്രൊസീജിയർ അല്ല. പകരം ആർക്കെങ്കിലും വെറുതെ ഒന്ന് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നോക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താനും അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇത്ര ഒരു വലിയൊരു എമൗണ്ട് ഫീ ആയിട്ട് വാങ്ങി വെക്കുന്നത്. വെറുതെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നവർ സ്വാഭാവികമായിട്ടും ഈ ഒരു സിസ്റ്റത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും സീറ്റ് കംപ്ലീറ്റ് ഫില്ലാവാതെ വരുന്നത് വെറുതെ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് ആ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യാതെ പിൻവലിഞ്ഞു പോകുമ്പോഴാണ് ഈ സീറ്റുകൾ ബാക്കി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 6 റൗണ്ടും അത് കഴിഞ്ഞതിന് ശേഷം CSABയുടെ റൗണ്ടുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് വെറുതെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വലിയൊരു ഫീ വാങ്ങി വെക്കുന്നത്. 30,000 rupees ഫീ വാങ്ങി വെക്കുന്നത്. ആക്ച്വലി ശരിക്കും അഡ്മിഷൻ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ അക്കാഡമിക് ഫീയിലേക്ക് ട്യൂഷൻ ഫീയിലേക്കൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റഡ് ആകുന്നതാണ്. നൗ അങ്ങനെ നമ്മൾ ചോയ്സസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് വരുന്ന ഡേറ്റ് June 14.
സീറ്റ് അലോക്കേഷൻ റൗണ്ട് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഈ കാണുന്ന ജൂൺ 12 വൈകിട്ട് 5 മണിക്ക് ഏതൊക്കെ ചോയ്സസ് കൊടുത്തോ അത് മാത്രമേ പിന്നീട് അങ്ങോട്ടുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ചോയ്സസ് ഒഴിവാക്കാനോ അതേപോലെ തന്നെ അതായത് അഡീഷണൽ ചോയ്സസ് കൊടുക്കാനോ ഇല്ലാത്ത ചോയ്സസ് ഉള്ള ചോയ്സസ് ഒഴിവാക്കാനോ ഒന്നുള്ള ഓപ്ഷൻസ് ഇല്ല. പിന്നെ നമുക്കറിയാം ഫ്രീസ്, ഫ്ലോട്ട്, അതുപോലെ തന്നെ സ്ലൈഡ്, ഇങ്ങനെയുള്ള ചോയ്സസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം, ഓരോ റൗണ്ടും കഴിഞ്ഞതിന് ശേഷമാണ്. ഇതുവരെ കൊടുക്കാത്ത ഒരു ഓപ്ഷൻ അതിലേക്ക് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാൻ യാതൊരു ചോയ്സും അല്ലെങ്കിൽ യാതൊരു അവസരവും പിന്നെ നമുക്ക് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതാണ്, അതായത് നീറ്റ് അലോട്ട്മെന്റ് പോലെയല്ല, അവിടെ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും ഫ്രഷ് ചോയ്സസ് ഫില്ല് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഫസ്റ്റ് റൗണ്ട് സീറ്റ് അലോക്കേഷൻ കഴിഞ്ഞാൽ അതിൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ്. ഈ ഓൺലൈൻ റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഫീ പേയ്മെന്റ്, ഡോക്യുമെന്റ് അപ്ലോഡ്, അതിനനുസരിച്ചുള്ള റെസ്പോൺസ്, ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ബൈ കാൻഡിഡേറ്റ് ടു ക്വയറീസ്. അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ റെസ്പോൺസസ് വരും, അഥവാ അതിൻ്റെ ക്വയറീസ് വരും. എന്താണ് ഇതിൽ പ്രശ്നം, അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റബിൾ അല്ല. സോ നമ്മൾ മറ്റൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്തിന് ബർത്ത് സർട്ടിഫിക്കറ്റോ ആധാറോ SSLC മാർക്ക് ഷീറ്റോ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ വരും, ഇത് ആക്സെപ്റ്റബിൾ അല്ല, മറ്റൊന്ന് പകരം അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് ഇൻവാലിഡ് ആണ്, എക്സ്പയർഡ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അതിന് അവിടെ നിന്ന് ക്വയറി വരും. ഉടനെ തന്നെ അതിനൊരു നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ട്, അതിന് ഉടനെ തന്നെ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ നമ്മൾ അലോട്ട്മെന്റ് വന്ന് നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി 3-4 പ്രാവശ്യം നമ്മുടെ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത പോർട്ടൽ എടുത്ത് നോക്കണം, എന്തെങ്കിലും തരത്തിലുള്ള ക്വയറീസ് വന്നിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ അതിന് ഉടനെ തന്നെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ നമ്മൾ കൊടുക്കുകയും വേണം. ഇനി ലാസ്റ്റ് ഡേറ്റ് 14 അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ 18 ജൂണിനാണ് ഫീ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ്. കാരണം അത് സംഭവിച്ചാലേ നമ്മൾ ആ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ജൂൺ 19 റെസൊല്യൂഷൻ ഓഫ് ഫീ പേയ്മെന്റ് ഇഷ്യൂസ്. ഇനി ഫീ പേയ്മെന്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനുള്ള ഡേറ്റ്. ആൻഡ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ടു റെസ്പോണ്ട് ടു ക്വയറി, അതായത് ജൂൺ 20 ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വയറീസിന് എന്തെങ്കിലും കാരണവശാൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തില്ല എങ്കിൽ, നമ്മുടെ ആ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് കറക്റ്റ് അല്ല എങ്കിൽ, നമ്മൾ അലോട്ട് ചെയ്ത് നമുക്ക് കിട്ടിയ സീറ്റ് അതോടെ ഇൻവാലിഡ് ആകും. നമ്മൾ ആ പ്രൊസീജിയറിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ നമ്മളത് സീറ്റ് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന രീതിയിലാണ് വരിക. ഫീ പേ ചെയ്യാതിരിക്കുന്നതും സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നതിനുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടാണ് അത്, ആ രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ട്, മൂന്നാമത്തെ റൗണ്ട്, ഇതെല്ലാം സിമിലർ പ്രൊസീജിയറുകൾ 6 റൗണ്ട് റിപ്പീറ്റ് ചെയ്യും. സോ സെക്കൻഡ് റൗണ്ട് 21-നാണ്. അപ്പോൾ ഒരു റൗണ്ട് എത്ര ദിവസങ്ങളാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 14 മുതൽ 20 വരെ 6 ദിവസം, 5 ദിവസം കൊണ്ട് പരിപാടി കഴിയും. ലാസ്റ്റ് ഡേ ഫോർ ഫീ പേയ്മെന്റ് 4 ദിവസം. 14-ന് അലോട്ട്മെന്റ് വന്ന് രാവിലെ 10 മണിക്ക് വന്ന് 18-ന് വൈകിട്ട് 5 മണി വരെ. സോ 4.5 ദിവസത്തോളമാണ് നമുക്ക് ആ ഫസ്റ്റ് റൗണ്ടിനുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും മിസ്മാച്ചുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ഡേറ്റിലും കൂടെ അതിനെ റിസോൾവ് ചെയ്യാനും ക്വയറീസിന് ആൻസർ ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ ഓരോ അലോട്ട്മെന്റുകളും, ഓരോ റൗണ്ടുകളും ഇത്തരത്തിൽ 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ അവസാനിക്കുന്നതാണ്. സോ സീറ്റ് അലോക്കേഷൻ തേർഡ് റൗണ്ട് സംഭവിക്കുന്നത് ജൂൺ 28-നാണ്. സോ 21 മുതൽ 28 വരെ ഓൾമോസ്റ്റ് 1 വീക്ക്. മറ്റേത് 14 to 21, ദാറ്റ്സ് അഗൈൻ 1 വീക്ക്. 7 days ആണ്, ഒരു വീക്കാണ് മൊത്തത്തിൽ അവർ ഒരു റൗണ്ടിന് വേണ്ടി പരിഗണിച്ചിട്ടുള്ളത്. റൗണ്ട് 3 കഴിഞ്ഞു. റൗണ്ട് 4 വരുന്നത് ജൂലൈ 4-ന് ഫ്രൈഡേ ആണ്. അടുത്ത റൗണ്ട് 5 വരുന്നത് തേഴ്സ്ഡേ. റൗണ്ട് 5 വരുന്നു. ഇവിടെയാണ് തേർഡ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം 4th റൗണ്ടിലാണ് വിത്ഡ്രോവൽ. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത സീറ്റ് നമ്മൾ പിൻവലിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊസീജിയറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് എത്രത്തോളം പെനാൽറ്റി വരുന്നു, അഥവാ ഫീ പേയ്മെന്റ് നമ്മൾ പേ ചെയ്ത ഫീസിൽ എത്രത്തോളം റീഫണ്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രോസ്പെക്ടസിൽ നമുക്ക് കാണാവുന്നതാണ്. നൗ ആൻഡ് ദ ലാസ്റ്റ് റൗണ്ട്, ദ ഫൈനൽ റൗണ്ട് ഈസ് ഓൺ വെനസ്ഡേ July 16th. അത് കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് IIT-കളിലേക്കുള്ള അഡ്മിഷൻ ഇല്ല. ദിസ് ഇസ് ദ ഫൈനൽ റൗണ്ട് ഫോർ സീറ്റ് അലോക്കേഷൻ ടു IITs. IITs CSAB എന്ന് പറഞ്ഞൊരു റൗണ്ട്, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ്, അലോട്ട്മെന്റ് ബോർഡിന്റെ അങ്ങനെ ഒരു റൗണ്ട് ഉള്ളത് NIT+ സിസ്റ്റംസിൽ മാത്രമാണ്. സോ അതിന്റെ ബാക്കിയുള്ള ഡേറ്റ്സും പിന്നീട് നമുക്ക് കാണാവുന്നതാണ്. സോ ഇതാണ് ഷെഡ്യൂള്. ഇനി നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെച്ചിരിക്കണം, അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. NIT+
സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്. ദിസ് ഈസ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫിന് വേണ്ടി ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ക്ലാസ് 12ന്റെ മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്. മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും വേണം. നമ്മൾ +2 ഒക്കെ ആണെങ്കിൽ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരേ ഡോക്യുമെന്റ് തന്നെയാണ്. സോ ഒന്നെങ്കിൽ 2 പ്രാവശ്യം അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം അപ്ലോഡ് ചെയ്താൽ മതിയാവും. അഡ്മിറ്റ് കാർഡ് ഓഫ് ജെഇ മെയിൻ്റെ അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യണം. NIT+ സിസ്റ്റംസിലേക്കുള്ളതാണ്. പിന്നെ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST OBC NCL ജനറൽ EWS അതൊക്കെ ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ. അതിലൊരു പ്രത്യേകം പോയിന്റ് ആയിട്ടുള്ള കാര്യം, OBC NCL ആൻഡ് EWS കാറ്റഗറിയിൽ സർട്ടിഫിക്കറ്റ് must be either issued on or after April 1. ഈ April 1 ശേഷം ഇഷ്യൂ ചെയ്തതായിരിക്കണം. അതല്ല എങ്കിൽ ഓൺലൈൻ വെരിഫയബിൾ സർട്ടിഫിക്കറ്റ് വിച്ച് മസ്റ്റ് ബി വാലിഡ് ടിൽ August 31, 2025 ഓർ ദ ഡേ ഓഫ് ഫിസിക്കൽ റിപ്പോർട്ടിംഗ് അറ്റ് ദ അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് എവർ ഈസ് ലേറ്റർ. അതായത് ഈ പറയുന്ന പ്രൊസീജിയറിലൊക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1-2 ഒക്കെ ആയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ വളരെ ഡിലേഡ് ആയിട്ട് August 31 അപ്പുറമാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അന്നും ഈ പറയുന്ന ഡോക്യുമെന്റ് വാലിഡ് ആയിരിക്കണം. അപ്പോൾ വിച്ച് എവർ ഈസ് ലേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ August 31 അപ്പുറം നിങ്ങളുടെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഡേറ്റ് ഡിലേ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഡേറ്റ് വരെ ഇത് വാലിഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. നമ്പർ 5, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതിൽ തന്നെ അടുത്തത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഹാവിംഗ് ലെസ് ദാൻ 40%. ഈ 40%-ന് മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാവുക. ആൻഡ് ഹാവിംഗ്, അതായത് 40% താഴെ ഡിസബിലിറ്റി ആണ്, ആൻഡ് ഹാവിംഗ് ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ്, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രത്യേകം വേണം. 7th one, ക്രോസ്ഡ് ബാങ്ക് ചെക്ക് കോപ്പി ഓർ ഇമേജ് ഓഫ് ദ പാസ്ബുക്ക് വിത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. സോ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും എമൗണ്ടുകൾ റീഫണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ചെക്ക് ബുക്ക്, അതായത് ബേസിക്കലി നമ്മൾ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൃത്യമായി വിസിബിൾ ആകുന്ന തരത്തിലുള്ള ചെക്ക് ബുക്കോ ചെക്ക് ബുക്കിൻ്റെ അല്ലെങ്കിൽ ചെക്കിൻ്റെ കോപ്പിയോ അതല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, 1-2 സ്റ്റുഡൻസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചത് Annexure 7 കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലിൽ പോവുക. അവിടെ ചെന്നിട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ അതോറിറ്റി അവിടെ ചെന്നിട്ട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു അഡ്മിഷന് വേണ്ടിയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അവർ അത് ഫില്ലപ്പ് ചെയ്യാനുള്ള ബാക്കി സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ, സോ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട, നിങ്ങൾ എലിജിബിൾ ആണോ. കാരണം ജോസയുടെ സൈറ്റിൽ തന്നെ ചില പെർട്ടിക്കുലർ കോളേജുകളിൽ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചില ഡിസബിലിറ്റീസും ചില ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് മൈനിങ് എഞ്ചിനീയറിംഗിൽ അലോട്ട്മെന്റ് കൊടുക്കില്ല എന്ന തരത്തിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസബിലിറ്റികളൊന്നും ഇല്ല നിങ്ങൾക്ക് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കൂടാതെ ഇപ്പോൾ നമ്മൾ IIT പഠിച്ചിരുന്ന സമയത്ത് അവിടെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ചെക്കപ്പ് ഒന്നുമില്ല, പകരം നമ്മൾ ആ സമയത്ത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഡോക്ടേഴ്സിന്റെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം മാത്രമാണ്, മറ്റൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. സോ ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഇന്ത്യൻ ഒറിജിൻ, അങ്ങനെയുള്ള ഓവർസീസ് സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർഡ്, ഇനി അതേപോലെ തന്നെ ഇന്റർനാഷണൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട്, സിറ്റിസൺഷിപ്പ്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ്, ഇതൊക്കെയാണ് NIT+ സിസ്റ്റത്തിലേക്ക് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇനി IIT വരികയാണെങ്കിൽ ഡോക്യുമെന്റ്സ് സിമിലർ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെയാണ്. ക്ലാസ് 10ന്റെ മാർക്ക് ഷീറ്റ്, അതേപോലെ ക്ലാസ് 12ന്റെ മാർക്ക് ഷീറ്റ്. JEE മെയിൻ്റെ അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, സിമിലർ സെറ്റ് ഓഫ് റൂൾസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ August 31 ആണെങ്കിൽ July 23 എന്ന് വെച്ചാൽ അതിൻ്റെ July 17 കാണാൻ ലാസ്റ്റ് റൗണ്ട് അവസാനിക്കുന്നത്. അതോടുകൂടി IITസിലേക്കുള്ള അഡ്മിഷൻ കംപ്ലീറ്റ് ആയി. CSAB എന്നുള്ള പ്രൊസീജിയർ എന്തിനു മാത്രമേ ഉള്ളൂ, NIT+ സിസ്റ്റത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള ഒരു വാലിഡിറ്റി മതി ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റിന് ഫോർ അഡ്മിഷൻ ടു IITs. മറ്റുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സിമിലർ ആണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിൻ്റെത്, അതേപോലെ തന്നെ 40% താഴെ ഡിസബിലിറ്റി ഉള്ള റൈറ്റിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ ബാങ്ക് ചെക്കിൻ്റെ കോപ്പി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മറ്റുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നേരത്തെ പറഞ്ഞത് പോലെ തന്നെ. ഓക്കെ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, പാസ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്ന സ്റ്റുഡൻസിന് അതും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം, പ്രോസ്പെക്ടസ്, അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ച സമയത്ത് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഗ്രീവൻസ് സെല്ലിൽ, അതായത് നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. കാരണം
നമുക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു സീറ്റ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ ഡോക്യുമെന്റ് മിസ്മാച്ചോ മറ്റെന്തെങ്കിലും കാരണവശാൽ നമുക്ക് അതിന്റെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ മറ്റൊരാൾക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ സീറ്റ് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഗ്രീവൻസ് സെല്ലിനെ കോൺടാക്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള ഈ പറയുന്ന ക്വയറീസിൽ നിങ്ങൾക്ക് റിപ്ലൈസ് കൊടുക്കാം, റെസ്പോൺസസ് കൊടുക്കാം. എല്ലാം വളരെ സുതാര്യമായിട്ട്. ഇതൊന്നും സാധാരണഗതിയിൽ IITs ഒന്നും അഡ്മിഷൻസ് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാറില്ല എന്നും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും പറയാനും ചോദിക്കാനും മടിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കോളേജസിലേക്ക് ഏതൊക്കെയാണ് പ്രിഫറൻസ് ഓർഡർ കൊടുക്കേണ്ടത് അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.